വേദന ഉണ്ട് കേട്ടോ. ഞാനൊരു ലോക്കൽ ട്രെയിൻ പിടിച്ച് ലോക്കൽ ട്രെയിൻ ഇപ്പോൾ ഡോംബിവലി കഴിഞ്ഞു, കല്യാണിലോട്ട് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് പോകുന്ന ട്രെയിൻ ഇതേ ട്രാക്കിൽ കൂടെ വരണ്ട, അപ്പോൾ നമ്മുടെ പുറകിൽ എന്തായാലും വരുള്ളൂ. ആ ഒരു വിശ്വാസത്തിലാണ്. ആസൻസോൾ WAT ട്രെയിൻ എത്തിയാണ്. നമ്മളാ കണ്ട റേക്കാണ്, അതിന് മറ്റേറ്റത്തൊരു ലോക്കാണ്, മറ്റേറ്റത്തൊരു സിംഗിൾ വാഗൺ അതിനാണ്. 32919 ഇതാണ് കല്യാൺ ഫ്ലൈറ്റ് യാർഡ്. ഇവിടെ ഒരു മേജർ യാർഡിൽ ട്രീബോണ്ടിങ് വഴി ഇവിടെ ഒരു സെപ്പറേറ്റ് ഇൻ്റർസിറ്റി ടെർമിനസ് വരും. ഇൻ്റർസിറ്റി ട്രെയിനുകളുടെ ഒരു സ്റ്റേഷൻ വരും, മെയിൻ ലൈൻ ട്രെയിനുകളുടെ ഒരു സ്റ്റേഷൻ ഇവിടെ വരും. ഛപ്ര എക്സ്പ്രസ് ആണ്. നമ്മൾ ജസ്റ്റ് കല്യാൺ സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്നാവണം എൻ്റെ അടുത്ത ട്രെയിനാണ് എൻ്റെ പ്രാർത്ഥന. യാർഡ് ഫുള്ളാണ്. യാർഡിലൊരു ബാഗ് WCAM2 കിടക്കുന്നുണ്ട്, അപ്പുറത്ത് DG5G കിടക്കുന്നുണ്ട്, 4G കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് DG4D കിടക്കുന്നുണ്ട്. നമ്മൾ കല്യാണിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് എത്തിയിരിക്കുന്നു. प्लेटफॉर्म क्रमांक 2 पर ये 38 मिनट कताला जाने वाली चीनी लोकल पुणे के समय में प्लेटफॉर्म क्रमांक 2 അങ്ങനെ നമ്മൾ കല്യാണിലെത്തി. ഇനി നമ്മുടെ വണ്ടിക്ക് സമയമുണ്ട്. നമ്മുടെ വണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വരാൻ പോകുന്നത്. ഡിസ്പ്ലേ കാണിച്ചു തുടങ്ങി നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എനിക്ക് കാണിക്കുന്നത് G12 കാണിക്കുന്നത്. നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ 12188 CSMT ജബൽപൂർ ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് ആൻഡ് പുതുപുതു മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്യാൺ ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. നമ്മളിവിടുന്ന് മൺമാടിലേക്ക് ഒരു യാത്ര പോവാണ്. 12188 CSMT ജബൽപൂർ ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചല്ല, എന്തോ ഭാഗ്യത്തിന് വണ്ടി കിട്ടിയതാണ്. ഞാൻ ഈ വണ്ടി കിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. ഇനി കൊണ്ട് ബസ്സിന് പോകേണ്ടി വരും എന്നും വെച്ചിരിക്കുമ്പോഴാണ് സഡനായിട്ട് താനെന്ന് ലോക്കൽ ട്രെയിൻ കിട്ടിയതും പെട്ടെന്ന് എനിക്ക് കയറി വരാൻ പറ്റിയതും. താനെന്ന് ഫാസ്റ്റ് ലോക്കൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് കിട്ടില്ലായിരുന്നു. എന്തോ ഇന്ന് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഷിർഡിയിലേക്കാണല്ലോ പോകുന്നത്, സായിബാബയെ കാണാനാണ് പോകുന്നത്. എന്തായാലും സായിബാബയുടെ അനുഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കല്യാണിൻ്റെ 39052 വാപ്സാനാണ് ലോക്കോ. ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. സൂപ്പർ സർപ്രൈസ് ഉണ്ട്, പച്ച ഗരീബ് രഥാണ്. ഇപ്പോഴും പച്ച കളർ റേക്കുള്ള ചുരുക്കം ഗരീബ് രഥം ഒന്നാണ്. ഈ ആദ്യത്തെ കോച്ച് തന്നെയാണ്, G18 തന്നെയാണ് നമ്മുടെ കോച്ച്. എൻ്റെ ഒരു സൈഡ് ലോവർ ബർത്താണ്. ചാർട്ടർ ലോവർ ബർത്ത് എന്ന് കാണിച്ചെങ്കിലും വണ്ടി വന്നപ്പോൾ സൈഡ് ലോവറാണ്. 52. ജസ്റ്റ് കല്യാണിൽ നിന്ന് പുറപ്പെടുന്നു. നല്ല മഴയുണ്ട്. സമയം 2:49. ഈ ട്രെയിൻ ലേറ്റായിരുന്നു. ഈ ട്രെയിൻ ഏകദേശം ഒരു 20 മിനിറ്റോളം ലേറ്റാണ്. അത് നമ്മുടെ ഭാഗ്യം. ജനറേറ്ററിന് തൊട്ടടുത്ത കോച്ചാ. വാപ് 7 ആണെങ്കിലും ജനറേറ്റർ വർക്കിംഗ് ആണ്. കാര്യം ഈ ജനറേറ്ററിന് HOG കേപ്പബിൾ അല്ല.
കല്യാൺ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. കല്യാണിന് 2 ഡയറക്ഷനിലേക്ക് ട്രെയിനുകൾ പോകും. അതിനെ ഇവിടെ നോർത്ത് നിന്നും സൗത്ത് നിന്നും വിളിക്കുന്നത്. നോർത്ത് ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുള്ള ലൈനാണ് നോർത്ത് ലൈൻ. കസാരയിലേക്ക് പോകുന്ന ലൈനാണ് നോർത്ത് ലൈൻ എന്നറിയപ്പെടുന്നത്. ആ ലോക്കൽ ട്രെയിനിൽ പോകുന്നത് സൗത്ത് ലൈനാണ്. അത് കർജത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് പൂനെ സൈഡിൽ നിന്നുള്ള ട്രെയിനുകളാണ് സൗത്ത് ലൈൻ വഴി വരുന്നത്. നമ്മൾ നോർത്ത് ലൈൻ വഴിയാണ് കസാര, ഇഗത്പുരി, നാസിക് അങ്ങനെ പോകുന്ന ട്രെയിനുകളാണ് നോർത്ത് ലൈൻ വഴി പോകുന്നത്. നമ്മുടെ മംഗള എക്സ്പ്രസ് ഇതിലെ നോർത്ത് ലൈൻ വഴി, മംഗള ഇപ്പോൾ നമ്മൾ മുന്നിൽ പോയിട്ടുണ്ടാവും, മംഗള നോർത്ത് ലൈൻ വഴിയാണ് മംഗള എക്സ്പ്രസ് പോകുന്നത്. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് കല്യാൺ ഇലക്ട്രിക് ലോക്കോ ഷെഡ്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ലോക്കോ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഇടയിൽ കൂടെ ഒരു ലൈൻ വരുന്ന കാണാം. പിന്നെ ഇടയിൽ കൂടെ ഒരു ലൈൻ അവിടുന്ന് കയറി വരുന്ന കാണാം. അത് കല്യാൺ യാർഡിൽ നിന്ന് വരുന്ന ലൈനാണ്. അത് ആക്ച്വലി ഒരു ഓവർ ബ്രിഡ്ജ് വഴി കയറി ആണ് ഇങ്ങോട്ട് വരുന്നത്. പൂനെ ലൈൻ ഒരു ഓവർ ബ്രിഡ്ജ് വഴി പാസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് വരും. അപ്പോൾ നമ്മളങ്ങനെ കല്യാണത്തിന് പുറത്തിറങ്ങിയത്. ഇതാണ് ലോക്കോ ഷെഡ്. അപ്പോൾ എന്നാൽ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. നല്ല ക്ഷീണം, നല്ല ഓട്ടമായിരുന്നു. പിന്നെ കഴിക്കാൻ ഞാൻ വറവാണ് മേടിച്ചത്. കാര്യം ഇന്ന് ലഞ്ചൊന്നുമില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചില്ല, ഇന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിക്കാൻ എന്തോ സ്നാക്സ് മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് കഴിക്കാൻ മണി 2:30 ആയല്ലോ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ബ്രെഡ് പക്കോട, ഇവിടെ പാറ്റിസ് എന്ന് പറയും. ഇവന് 2 മേടിച്ചിട്ടുണ്ട്. ഇത് മേടിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഫുഡായി. ജസ്റ്റ് കസാര സ്റ്റേഷനോട് എത്തുന്നു. കസാര സ്റ്റേഷൻ. ഇവിടെ നമുക്ക് ബാങ്കർ ലോക്കോസ് കിട്ടണം. നല്ല മഴയുണ്ട്. ചുരം കയറുമ്പോഴും മഴയായിരിക്കും തോന്നുന്നു. മഴയൊന്ന് മാറി കിട്ടിയാൽ കൊള്ളായിരുന്നു. ട്രിപ്പിൾ കല്യാൺ വാഗ് 7 വരുന്നുണ്ട്. അതൊക്കെ ബാങ്കർ ലോക്കോസാണ്. മല ഇറങ്ങി വരുന്ന ബാങ്കർ ലോക്കോസാണ് കാണുന്നതെല്ലാം. അപ്പോൾ നമ്മൾ കസറയിൽ നിന്ന് എടുക്കാൻ പോകുന്നു. കസറ നമുക്ക് സിഗ്നൽ മഞ്ഞായി കഴിഞ്ഞു. നമ്മൾ മിഡ് ലൈൻ വഴിയാണ് പോകാൻ പോകുന്നത്. നേരെ മുന്നിലാണ് ഗാർഡ് സെക്ഷൻ. അങ്ങനെ ട്രെയിനിലോട്ട് കയറട്ടെ. ഇതൊരു ടെക്നിക്കൽ ഹോൾട്ടായിരുന്നു. ജസ്റ്റ് ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി, നമ്മുടെ എന്താ പറയുക, ബാങ്കേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി. നമ്മൾ ജസ്റ്റ് പുറപ്പെടുകയായി. കസാരയിൽ നിന്ന് ബാങ്കേഴ്സ് നമ്മൾ തള്ളി കയറ്റി തുടങ്ങി.
മഴയാണ്, അതുകൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഫുള്ള് ഘാട്ട് കവർ ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിവിടുന്ന് ഘാട്ട് കയറാൻ തുടങ്ങാൻ പോവാണ്. ഈ കാണുന്നതാണ് മലകൾ, വെസ്റ്റേൺ ഘാട്ട്സ് തന്നെയാണ്. ഈ ഘാട്ട് സെക്ഷനെ തൽഘാട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ തൽഘാട്ട് കസാരയ്ക്കും ഇഗത്പുരിക്കും ഇടയ്ക്കാണ്. നമ്മൾ കസാരയിൽ നിന്നാണ് ഇപ്പോൾ കയറി തുടങ്ങുന്നത്. ഇഗത്പുരിയിലേക്ക് നമ്മൾ ചെന്ന് ഇറങ്ങും. ഈ സ്ട്രെച്ചിൽ കയറി പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും ബാങ്കർ ലോക്ക് ആവശ്യമാണ്. കാര്യം 1:37 ആണ് ഗ്രേഡിയൻ്റ്. ഭംഗിയുള്ള ചുരം നമ്മൾ ജസ്റ്റ് കയറി തുടങ്ങാൻ പോവാണ്. റേക്ക് ജസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകണം.
കാണുന്നൊരു കാറ്റ് സൈഡിങ് ആണ്. ഹായ്, എന്താ അല്ലേ, ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഈ ട്രെയിൻ യാത്ര ബുക്ക് ചെയ്തത് തന്നെ. ഈ ഒരു കാഴ്ച കിട്ടാൻ വേണ്ടി മാത്രം. ആ കാണുന്ന ഘാട്ട് സെക്ഷനാണ് റോഡ് റൂട്ട്. നമുക്ക് ഈ ട്രെയിൻ കിട്ടിയത് ഞങ്ങൾ ബസ്സിനായിരുന്നു വരിക. ബസ്സിന് വന്നില്ലെങ്കിൽ ആ റോഡ് വഴി വന്നേനെ. പക്ഷെ അപ്പോൾ ഈ ഒരു ഭംഗി കിട്ടില്ല.
ബറേലി ലോക്മാന്യ തിലക് ടെർമിനസ് ട്രെയിനാണ്. ഒരു അപ്പാർട്ട്മെൻറ്റാണ് തോന്നുന്നു, അതിൽ വീട് പണിച്ച് സെറ്റിലാവാൻ തോന്നുന്നത്. നമുക്ക് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ട്രെയിനിൽ കാണാം. റക്സോൾ LTT. നമ്മൾ ജസ്റ്റ് ഇഗത്പുരി സ്റ്റേഷനിലോട്ട് കയറുന്നു ഇപ്പോൾ. ഇതാണ് ട്രിപ്പ് ഷെഡ്, ലോക്കോ ട്രിപ്പ് ഷെഡ്. ബാങ്കേഴ്സൊക്കെ ഇവിടെ നിൽക്കുന്നത്. പണ്ട് കാലത്ത് DC ലോക്കോ ട്രിപ്പ് ഷെഡ് ആയിരുന്നു. DC ലോക്കോസ് ഇപ്പുറത്തും AC ലോക്കോസ് അപ്പുറത്തും ആയിരുന്നു. AC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റീവ് കറണ്ടുമാണ്, എയർ കണ്ടീഷനിങ് അല്ല. അപ്പോൾ ഇത് പഴയ DC ലോക്കോ ട്രിപ്പ് ഷെഡാണ്. ഇപ്പോൾ ഇതാണ് ലോക്കോ ട്രിപ്പ് ഷെഡ് ഇഗത്പുരി.
കുറച്ച് മുന്നിലായിട്ടാണ് സ്റ്റേഷൻ. നമ്മൾ സ്റ്റേഷനിൽ നമുക്ക് ഷെഡ്യൂൾഡ് ഹോൾട്ടില്ല, പക്ഷേ നമ്മൾ നിർത്തും. ബാക്കിയുള്ള ബാങ്കേഴ്സ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർത്തും. എത്തിക്കഴിഞ്ഞ ഉടനെ നമ്മൾ പുറപ്പെടും. ക്രൂ ചേഞ്ച് കൂടി ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവിടെ. ഇലക്ട്രിക് ലോക്കുകളുടെ ഒരു മഹാസമ്മേളനം തന്നെയാണ് ഇവിടെ. ഇതാണ് ഇഗത്പുരി സ്റ്റേഷൻ. ഇഗത്പുരിയിൽ നമ്മളങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. നേരത്തെ പറഞ്ഞത് പുതിയ ക്രൂ, ഫ്രഷ് ക്രൂ ജസ്റ്റ് കയറുന്നുണ്ട്. ഫ്രഷ് ക്രൂ കയറിയിട്ട് നമ്മൾ പോകുള്ളൂ. സമയം എടുക്കും എന്തായാലും. അങ്ങനെ ഇഗത്പുരിയിൽ നിന്ന് പുറപ്പെട്ടു. മഴ കാരണം അകത്തോട്ടൊന്ന് ഇരുന്നതാണ്. ഇഗത്പുരി വിട്ടപ്പോൾ തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. ഇഗത്പുരി വിട്ടപ്പോൾ മഴ നിന്നിട്ടില്ല, മഴ ചാടിക്കൊണ്ടിരിക്കുക. നമ്മൾ ജസ്റ്റ് നാസിക് റോഡ് എത്താറായി. നാസിക് മുന്തിരിത്തോട്ടങ്ങൾക്ക് ഫേമസ് ആണ്. നമുക്കിവിടെ കാണാം കുറച്ച് മുന്തിരിത്തോട്ടങ്ങൾ. ഈ കാണുന്ന പേരത്തോട്ടമാണ്, പേരയ്ക്ക. റോഡിൻ്റെ സ്റ്റേഷനോട്ട് കയറുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷിർഡിക്ക് പോയപ്പോൾ നാസിക് റോഡ് ഇറങ്ങിയായിരുന്നു പോയത്. അപ്പോൾ വേറെവിടെയോ വായിച്ചു നാസിക് റോഡിനെക്കാൾ നല്ലത് മൺമാടാണെന്ന്. ഇപ്പോഴും വെച്ചിട്ട് ഇപ്രാവശ്യം നമുക്ക് നാസിക് റോഡിനൊക്കെ മൺമാട് ഇറങ്ങിപ്പോയേക്കാന്ന് വെച്ചു ഫോർ എ ചേഞ്ച്. നാസിക് റോഡിലെ സിറ്റി ബസ്സുകളുടെ ഡിപ്പോ ആണ് കാണുന്നത്. ഞായറാഴ്ചയാണ്, മൺമാടി ബസ് ഉണ്ടാവുമായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അത്
ഇടുക്കിയിൽ നിന്നാണ് കഴിഞ്ഞ വർഷമൊക്കെ പോയത്. നാസിക് റോഡിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഉണ്ട്. ഈ വണ്ടി കയറാനുള്ളവരാണോ പുറകിലത്തെ ഏതെങ്കിലും വണ്ടിക്കുള്ളതാണോ എന്ന് അറിയില്ല. നല്ല തിരക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ. നമ്മുടെ പുറകിൽ കമായിനി എക്സ്പ്രസ്സും വരാനുണ്ട്. നാസിക് റോഡിൽ നിന്ന് പുറപ്പെട്ട സമയം 5:26. വണ്ടി ഒരു അല്പം ലേറ്റാണ്. 5:50 മൺമാട് എത്തേണ്ടായിരുന്നു. എന്താവോ ഇതായിരുന്നു നാസിക് റോഡ്. ജസ്റ്റ് മൺമാട് സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സിംഗിൾ ഫിംഗർ തംസപ്പ് ഹില്ല് കാണുന്നുണ്ടോ? ആ കാണുന്നതാണ് തംസപ്പ് ഹില്ല്. നമ്മൾ ജസ്റ്റ് മൺമാട് സ്റ്റേഷനോട് അടുത്തു. ബാംഗ്ലൂർ ലൈനിൽ കേട്ട അതേ സൗണ്ട് ഇവിടെ കേൾക്കാനുണ്ട്. റെയിൽ ഗ്രൈൻഡിങ്ങിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു. അവൻ ആദ്യം കയറും, നമ്മൾ ആദ്യം കയറും. നമ്മുടെ സിഗ്നൽ എന്തായാലും റെഡാണ്. ലൈറ്റിലൊക്കെ വരുന്നു. എന്നാൽ ഫ്രണ്ടിൽ മൺമാട് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിൽക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അതാണ് സംഭവം. അവൻ പോയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ മറ്റേ വണ്ടിയാണ് ആദ്യം കയറിയത്. അതെനിക്കൊന്ന് കാക്കിനാടേക്കുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. അത് മൺമാടിൽ നിന്ന് ഫർദർ കില്ലേ ആ സൈഡിൽ അങ്കായ് കില്ല സൈഡിലൂടെ തന്നെ തിരിച്ചു പോകും. അത് അപ്പോൾ അവൻ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ അവനെ പിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പം നമ്മൾ ജസ്റ്റ് മൺമാട് ജംഗ്ഷനോട് കയറാൻ പോകുന്നു. ആ കാണുന്ന ലൈന് കോപ്പർഗാവ് സൈഡിൽ നിന്ന് വരുന്നതാണ്. ഷിരിഡിയിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ ഉപയോഗിക്കുന്ന ലൈനാണ്. ഇത് ബേസിക്കലി അങ്കായ് കില്ലേക്കും മൺമാടിനും ഇടയ്ക്ക് ഒരു ബൾബ് പോലെയാണ്. അപ്പോൾ അങ്കായ് കില്ലയിൽ നിന്ന് മൺമാടിലേക്ക് 2 റൂട്ട് വഴി വരാം. ഇതിലൊന്നാണിത്. മറ്റേ റൂട്ട് വഴി വന്നു കഴിഞ്ഞാൽ മൺമാട് സ്റ്റേഷന് മറ്റേ എൻഡിലും ഓപ്പോസിറ്റ് എൻഡിൽ പോയി കയറും. അങ്ങനെ ഒരു റൗണ്ടായിട്ടാണ് അവർ പണിതിരിക്കുന്നത്.
സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ചില ട്രെയിനുകൾ അവർ ഷിർഡിയിൽ തുടങ്ങിയിട്ട് ഇതുവഴി വന്ന് ഇങ്ങനെ വന്ന് മൺമാടി വന്നിട്ട് അപ്പുറത്തെ ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ലൈൻ വഴി തിരിച്ച് പോയിട്ട് അങ്കായിക്കിൽ നിന്ന് ടുവേർഡ്സ് ഹൈദരാബാദ് പോകുന്നൊരു റൂട്ടുണ്ട്. ആ റൂട്ട് ഞാൻ ഒരിക്കലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് തീരെ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്രാവശ്യം അത് എടുക്കാഞ്ഞത്. ഇനിയൊരു ഷിർഡി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന പോലെ പ്ലാൻ ചെയ്യാം. അത് നമുക്ക് ആ 2 റൂട്ട് നമുക്ക് കാണാം. നമ്മൾ ജസ്റ്റ് മൺമാട് സ്റ്റേഷനോട് കയറാൻ പോകുന്നു. അത്യാവശ്യം ലേറ്റാണ്, അത്യാവശ്യം നല്ലോണം തന്നെ ലേറ്റാണ് വണ്ടി. സമയം 6:23 5:58 വണ്ടി വരണ്ടായിരുന്നു ഇവിടെ. ഇവിടെ കുറേ ട്രാക്ക് മെയിൻ്റനൻസ് യൂണിറ്റ്സ് ഉണ്ട്. വാപ്പ് ഫോർ ബുസാവലിൽ ഇവിടെ സ്പെയർ ലോക്കോട്ട് നിർത്തിയിരിക്കുന്നതാണ്. അങ്ങേറ്റത്ത് പൂനെ അമരാവതി എന്നാണ് കിടക്കുന്നത്. അമരാവതി പൂനെ ഏതോ ഒന്ന് ഉറപ്പുണ്ട്. ഇവിടെ 3906 ലാസ്റ്റ് ലഷ്കർ സൂപ്പർ ഫാസ്റ്റ് കൊണ്ട് കയറുന്നുണ്ട്. നമ്മളങ്ങനെ മൺമാടിലേക്ക് എത്തി. നമുക്ക് വേഗം ഇറങ്ങാം. നമ്മളങ്ങനെ ജസ്റ്റ് മൺമാട് സ്റ്റേഷനിലേക്ക് കയറി. നമ്മുടെ കോച്ച് വരുന്ന സ്ഥലത്ത് തണലൊന്നുമില്ല, മഴ നനയേണ്ടി വരും. അപ്പുറത്തൊരു ഭാരത് ഗൗരവ് ട്രെയിൻ കിടക്കുന്നുണ്ട്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ. ഒരു വാഗ് 9 ആണ് അതിൻ്റെ പവർ. 3864 കിട്ടുന്നത്. നമ്മളങ്ങനെ മൺമാടിലെത്തി. നമുക്ക് ഈ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി നമുക്ക് പോവാം. നമുക്ക് ഒരു ബസ് പിടിച്ചതിന് ഷിർഡിക്ക് പോകാനുള്ളതാണ്, സമയമില്ല. അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ട വണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ വിട്ടിട്ട് പോവുകയാണ്. ഇതാണ് 12188 മുംബൈ CSMT ജബൽപൂർ ഗരീബ് രഥ് എക്സ്പ്രസ്. നമ്മളിവിടെ വിട്ടിട്ട് നമ്മുടെ വണ്ടി പോയി. നമ്മുടെ കോച്ച് NRN 094966. നമ്മളിവിടെ വിട്ടിട്ട് വണ്ടി പോയി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കുട്ടി വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ദയവായി. അതേപോലെ നിങ്ങളുടെ എന്താ പറയുക, മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം. അതേപോലെ സൂപ്പർ താങ്ക്സ് മേടിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ.